ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കിയിട്ടുണ്ടാവും പോലെ സംഭവം ഇതൊക്കെ. ഇതിന് മേലെ കയറി ഇവിടെ മൊത്തം കാണാല്ലേ അനസേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് ബർക്കയിൽ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് യാത്ര ചെയ്താൽ കിട്ടുന്നൊരു പ്ലേസാണ്. ശരിക്കും നമ്മളെ നാട് പോലെ ഫീൽ ചെയ്യുന്നൊരു പ്ലേസാണ്. വാദിമാവേൽ ഒരു ഓൾഡ് വില്ലേജാണ്. വാദിമാവേൽ വാക്ക്വേ എന്നാണ് ഒരു പ്ലേസിൻ്റെ പേര് വരുന്നത്. ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ഈ പ്ലേസ് ഞങ്ങൾ വേറൊരു ആൾക്കാരെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ എത്തിയത്. ബർക്കയിലാണ് 3-4 വർഷമായിട്ട് താമസമെങ്കിലും ഞങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്പോട്ട് രക്ഷയില്ല. ശരിക്കും നമ്മളെ നാട് പോലെ ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ സമയത്ത് അത്ര ചൂടില്ലാത്തൊരു പ്ലേസും കൂടാണ് കേട്ടോ അത്. അങ്ങനെ ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ കുറച്ച് കുറവാണ്. ഇതിന് 2 സൈഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വന്നത് ഇതിൻ്റെ പാർക്കിംഗ് സൗകര്യം കുറവുള്ളൊരു സൈഡാണ്. പിന്നെ അപ്പുറം ഇതിൻ്റെ മുകൾ ഭാഗം വരുന്നുണ്ട്. ഒന്നുകൂടി പാർക്കിംഗ് സൗകര്യമൊക്കെ വേണമെന്നുള്ളവർ അവിടെ പോകട്ടോ. മനസ്സിലായി എങ്ങനെയുണ്ട് സ്ഥലം? നമ്മളെ നാട്ടിലൊന്നും ഫീൽ ചെയ്തില്ലേ? നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവാണ്. നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് നടന്നു വന്നാണ്. അവിടെ ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് തന്നെ വരുമ്പോൾ ചക്ക കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. മനസ്സേ ചക്ക കണ്ടിട്ടില്ലേക്ക് മല്ല വന്നിട്ട് കണ്ടോ? ഫുള്ള് എന്താ പറയുക ഇതാട്ടാ ചക്കൻ്റെതാണ്. ഇത് മസ്ജിദാണ് അനസേ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകേണ്ടത്. ഇത് അനസേ വെള്ളം വരുന്നോക്കടാ. ഇസ നല്ല തണുപ്പുള്ളതല്ലേ? അപ്പം നമ്മൾ അങ്ങനെ പോകുന്നതോറും നല്ല അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത്. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് പ്രശ്നം? ഇഷ്ടപ്പെട്ടോ? കോഫി ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ലല്ലോ. എന്നാൽ പറയുന്നത് ഉമ്മനാണ്ട് ഫോട്ടോ എടുത്തത്. നമ്മൾ നേരത്തെ കണ്ട ചെറിയ വാദിയാട്ടം കൊണ്ടുവരുന്നത്. അവിടെ നല്ല നാരങ്ങത്തൈ എടുക്കുന്നുണ്ട്. വലിയ വലിയ ചെറിയ നാരങ്ങ കേട്ടോ. വലിയ നാരങ്ങ ഞാനിവിടെ ഒമാനിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒമാനിലുള്ളവരൊക്കെ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട വേറെ പ്ലേസ് ആയിട്ടാണ് അത് വരുന്നത്. നല്ല അടിപൊളി. ഈ വെള്ളം എനിക്ക് തോന്നുന്നു ഇവിടുന്ന് തിരിച്ചു വിടുന്ന കേട്ടോ. വെള്ളം കൃഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വിടുന്നതാണ്. വെള്ളം മരുന്ന് കാണാനും അതുപോലെ ഇവിടെ ഒരു പ്ലേസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കോഫി ഷോപ്പുകളാട്ടോ വരുന്നത്. കോഫി ഷോപ്പ്, കൃഷികൾ, കാര്യങ്ങളൊക്കെയാണ്. കോഫി ഷോപ്പൊക്കെ നല്ല ആംബിയൻസ് ഉള്ള കോഫി ഷോപ്പാട്ടോ വരുന്നത്. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിൽ അതിമനോഹരമായി സെറ്റ് ചെയ്ത ഒരു ഇതാണ് വരുന്നത്. അത് നമ്മളെ എന്താ പറയുക നാട്ടിലെ നീനാമഴ എന്നല്ല പറയുക, അതിൻ്റെ തോട്ടാട്ടോ വരുന്നത്. അറബിയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നേല ഒന്ന് കൊണ്ട് നോക്ക്. ഇതാണ്ട നേലനെ ഫസ്റ്റ് ടൈമാണ് അനസിന് നേല നമ്മളെ വ്ളോഗിൽ കാണുന്നത്. അനസ അസ്നത് ഏതാ പഴം? ചെറുപഴം തോന്നുന്നല്ലേ? നല്ല നാടൻ ഒമാൻ പഴം. ഇപ്പുറത്ത് ഫുള്ള് ഇതാവുമല്ലേ? കൃഷിയാണ്. വാഴക്കൃഷി. മമ്മി വാഴക്കൃഷി എന്ന് പറഞ്ഞു. ഈത്തപ്പഴത്തിൻ്റെ ചെറിയൊരു മരാട്ടാ. അത് നല്ല രസത്തിൽ കായ്ച്ചെടുക്കുന്നുണ്ട്. അതിന് താഴോട്ട് തന്നെ എന്താ പറയുക, നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട ചെറിയ വാതി ഒഴുകി പോകുന്നുണ്ട്. പ്ലേസ് ഒരു രക്ഷയില്ലാത്ത പ്ലേസ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. ഈവനിങ് ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഈത്തപ്പഴമൊക്കെ ശരിക്കും നല്ല കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ട്രഡീഷണൽ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലൊക്കെ പ്രൈവറ്റ് തോട്ടങ്ങളാണ് വരുന്നത്. ഒരുപാട് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഇവർ ഇങ്ങനൊരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ട്രഡീഷണലായിട്ട് തന്നെ ഒമാൻ്റെ പഴയകാല ചരിത്രങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എവിടെ കണ്ടാലും അനസും വൈഫും കൂടി ഫോട്ടോ എടുക്കൂട്ടാ.
ഊഞ്ഞാലും ആടുന്ന പോസിങ് അറിയണില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടുമ്പുറം പോലത്തെ പ്ലേസ് ആട്ടോ വരുന്നത്. ശരിക്കും നാട്ടിലെ പറമ്പ് കാര്യങ്ങൾ, ഈത്തപ്പഴത്തിൻ്റെ തോട്ടാണ്. അത് കാണുമ്പോൾ നമ്മളെ നാട് മിസ് ചെയ്യുന്ന രീതിയിലാണ്. കോഫി ഷോപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ, വെറൈറ്റി കോഫികളുണ്ട്. അതേപോലെ നമ്മൾ നടന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കേട്ടോ. ഇവിടെ നല്ല കവുണ്ട്, പിന്നെ അതേപോലെ നല്ല ഈത്തപ്പഴം ഉണ്ട്, ഇരിക്കാനുള്ള റെസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് കേട്ടോ. ഇതേപോലെ വേറൊരു ഇതാട്ടാ, ചെറിയ ഷോപ്പ്, ട്രഡീഷണൽ ഷോപ്പ്. അനസത് മറ്റേ വൈക്കോലൊക്കെ വെച്ചിട്ടാ മേലെ ഇതാക്കിയിട്ടുള്ളത്. هذا عماني كوبوسا؟ ايوه. هذا مرة زين صح؟ خبز عماني هذا زين. بعد ما في ترتيب شيبس، ما في ترتيب ولا؟ في اوكي ان شاء الله. في ترتيب برابر. في ترتيب شيبس، في ترتيب جبن ان شاء الله. ان شاء الله. ഇത് ഒമാൻ കുബൂസ് ആട്ടോ വരുന്നത്. അതിൻ്റെ മേലെ ഓംപ്ലേറ്റ് ഇട്ടിട്ട് പിന്നെ കോഴിമുട്ട, പിന്നെന്താണ് ചിപ്സ്, ബാഡ് സലാഡ് ഒക്കെ മിക്സ് ആയിട്ട് വരുന്നത്. പിന്നെ കൂട്ടത്തിൽ ചീസും ഉണ്ട് കേട്ടോ. ഇതാണുണ്ടോ സാധനം. ഇങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ട് ഒമാൻ ചീസ്. ഇതിൻ്റെ മേലെ പഴയ ഒമാനി ട്രഡീഷണൽ വീടുകളാട്ടോ. അതുപോലെ പുളിമരമൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇത് വേറൊരു ട്രഡീഷണൽ വീട് തന്നെയാണ് വരുന്നത്. ഇത് പള്ളിയാണ്, എനിക്കൊന്ന് ലേഡീസിൻ്റെ മസ്ജിദാണ് തോന്നുന്നു. നമ്മൾ ഇതാണ് ആ ട്രഡീഷണൽ കോട്ട വരുന്നത്. സ്കൂൾ ടവർ അല്ലേ ഇതിൻ്റെ പേര്? മനസ്സിലാ, പഴയ സ്കൂളാന്ന് തോന്നുന്നത്. അനസ നല്ല പുളിൻ്റെ മരാട്ട, പുളി പൊട്ടിക്കാൻ പറ്റുമോ? പള്ളിക്കുള്ള വഴിയാട്ടോ വരുന്നത്. ഇതാണ് വക്കീദ് ടവർ. ഇവിടുത്തെ പഴയ ഏറ്റവും വലിയ കൊട്ടാരം പോലത്തെ സംഭവമാണ് ഇട്ടത്. മനസ്സാ, നമ്മൾ കയറുന്ന ഏകദേശം ഇതിൻ്റെ എല്ലാ ഭാഗവും കാണാം കേട്ടോ. ചുറ്റും മലയാണ് വരുന്നത്. പണ്ട് ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന സ്റ്റെപ്പിൻ്റെ മേലെ ഇങ്ങനെ കയറിയിട്ട് ഇവിടെ വന്നിട്ടാണ് ബാങ്ക് വിളിക്കുന്നത് പള്ളിൻ്റെ. പഴയ ട്രഡീഷണൽ ഇതാട്ടാ. അതിൻ്റെ മേലെ കണ്ട ഇവിടെ പണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും എന്താ പറയുക, ഈ മാനലുവൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കിച്ചൺ തന്നെ ആണെങ്കിൽ പറയാം. എന്നിട്ട് പള്ളി വരുന്നത് നമ്മൾ മേലെന്ന് താഴെ കണ്ട പള്ളിയാണ് വരുന്നത്. പക്ഷെ നമ്മൾ പൊന്നാനിയിലൊക്കെ പോയില്ലേ ആ പള്ളി, അതിൻ്റെ ഒരു സെറ്റപ്പ് പള്ളിയില്ലേ. ഇതാണ് പീരങ്കി വിടുന്നത് ഇവിടുന്ന്. പണ്ട് നിസ്കാരത്തിൻ്റെ ഒക്കെ സമയമാവില്ല. 3 കിടക്കുന്നുണ്ട് കേട്ടോ. ഒറിജിനൽ സാധനമാണ്. 1 2 3. പിന്നെ അവിടുന്ന് നമുക്ക് ഇങ്ങനെ കയറിപ്പോയുള്ള സെറ്റപ്പ് ഉണ്ട്. ഓ,
ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കിയിട്ടുണ്ടാവും പോലെ സംഭവം ഇതൊക്കെ. ഇതിന് മേലെ കയറുന്ന അവിടെ മൊത്തം കാണാല്ലേ അനസേ? എന്തായാലും വന്ന് മുതലല്ലേ അനസേ? നിനക്കെന്താ പറയുള്ളത്? അടിപൊളി പ്ലേസ് അല്ല? അപ്പം നമുക്ക് തിരിച്ചു പോവാം. അന്നത്തെ അത്യാവശ്യം നടന്നിക്കണ്, ഇനി വയ്യ. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.